ടൈറ്റിൽ ആലോചിക്കുകയായിരുന്നു. എന്താണ് കൊള്ളാം, എന്താണ് ചാണ്ടിക്കുഞ്ഞിൻ്റെ രണ്ടാം വരവ് എങ്ങനെ ഉണ്ടാവും? ശരി, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറയും. ഒരു ദിവസം വീണ്ടും ലൊക്കേഷനിൽ ചെന്നപ്പം മമ്മൂട്ടി പറഞ്ഞു, ഞാൻ വേറൊരു ടൈറ്റിൽ ആലോചിച്ചു. ഞാൻ പറഞ്ഞു, പറയൂ. പ്രിയമുള്ള ചാണ്ടിക്കുഞ്ഞെ. ഇതേപോലെ അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അതൊന്നും വേണ്ട, കുറ്റിയിൽ ചാണ്ടി. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്, ഇപ്പൊ പുരിയത്. അങ്ങനെ ഞാനൊരു തറവാട്ട് പേരൊന്നും ഇട്ടിരുന്നില്ല. പുള്ളി തന്നെ ഒരു തറവാട്ട് പേര് ഉണ്ടാക്കിയിട്ട് കുറ്റിയിൽ ചാണ്ടി എന്നുള്ളൊരു പേര് ഇടാം എന്ന് പറഞ്ഞു. ആലിപ്പഴം പോലെ ഞവൽപ്പഴം പോലെ ഡയലോഗ് രണ്ടെണ്ണം വീണ് കിട്ടി. കുറച്ച് കഴിയുമ്പോഴേക്ക് മമ്മൂക്ക വരും. ഇതൊക്കെ അവൻ പറയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സസ്പെൻസ് ഒന്നും ഡയലോഗ് എല്ലാം കിട്ടി. ആലിപ്പഴം പോലെ ഞവൽപ്പഴം പോലെ കിട്ടിയ ഡയലോഗ് പോയി കിട്ടി. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. മഹാന്മാരെ അടുത്തിറങ്ങിയ മനസ്സിലെ വിഗ്രഹം വീണ് ഉടഞ്ഞു പോകുന്നറിഞ്ഞ സത്യ. എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. അത് എന്നോട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയും. ഇങ്ങനെ തന്നെ വേണം. പക്ഷെ അദ്ദേഹം എന്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. മുതലാളി ഒരു ചെറ്റാണ്. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്.